അങ്ങനെ നിങ്ങളെല്ലാവരും കാത്തിരുന്ന വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സർജറി ദിവസത്തിലെ വിശേഷങ്ങളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അഡ്മിറ്റായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഷോർട്ട് വീഡിയോസ് കണ്ടാൽ മതിയേ. അങ്ങനെ രാവിലെ 5:30 ആകുമ്പോഴത്തേക്കും റെഡിയായിരിക്കണമെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ എഴുന്നേറ്റ് മേലൊക്കെ കഴുകി അതുപോലെ ബ്രഷൊക്കെ ചെയ്ത് റെഡി ആവുകയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും സർജറിക്കൊക്കെ പോകാൻ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് ഒന്ന് റെഡി ആയിട്ട് പോയേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തനുവിന് ഉമ്മയൊക്കെ കൊടുക്കുമായിരുന്നു. കാര്യം ഇനി എന്നാ തനുവിനെ ഇങ്ങനെ എടുക്കാൻ പറ്റുന്നതെന്നൊന്നും അറിയത്തില്ല. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വിഷമം. ഞാൻ കാര്യം പറഞ്ഞാൽ 3 മാസത്തോളമായിട്ട് അവളെ അങ്ങനെ എടുത്തിട്ടേ ഇല്ല. ഈ നടുവിന് തന്നെ തുടങ്ങിയതിന് ശേഷം അവളെ എനിക്ക് എടുക്കാനേ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പം സർജറിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും പറ്റത്തില്ല. അതെല്ലാം കഴിഞ്ഞ് റെസ്റ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും അവൾ വലുതായി പോയിട്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സിസ്റ്റർമാർ വന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ നെയിൽ പോളിഷും നെയിൽസൊക്കെ കട്ട് ചെയ്യാനും ഒക്കെ വന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തനുവിനെ എടുത്തുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ തനു എന്നെ ഇങ്ങനെ ഉമ്മ വെക്കുക. അവൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്തോ കാര്യമുണ്ടെന്ന്. അവളും അതുകൊണ്ട് ഞങ്ങൾ ഒപ്പം തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെച്ച് ഞാനും തനുവും കൂടെ കുറച്ച് അധികം സമയം അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നഴ്സുമാർ വന്നിട്ട് കാനല ഇടാനായിട്ട് നോക്കുവാണേ. എനിക്ക് പണ്ട് തൊട്ടേ ഇങ്ങനെ വെയിൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അവർ നോക്കിയിട്ട് കിട്ടാത്തായപ്പോൾ ഇനി തിയേറ്ററിൽ പോയിട്ട് അവരിട്ടോളൂന്നും പറഞ്ഞിട്ട് അവർ പോയി. പിന്നെ 2 മരുന്ന് തന്നായിരുന്നു. ആ മരുന്ന് കഴിച്ചപ്പോഴേ ഞാനിങ്ങനെ മയങ്ങി തുടങ്ങി കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ കിടന്നങ്ങ് മയങ്ങി പോയിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും ഇതാ തനു ചെറിയ വാശിയും വഴക്കുമൊക്കെ തുടങ്ങി. അച്ഛൻ്റെ കൂടെ പോയി അവിടെ കുറച്ച് നേരം ഇരുന്ന് പാട്ടൊക്കെ വെച്ച് കൊടുത്ത് പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അവൾക്ക് ഉറക്കമേ വരുന്നില്ല കേട്ടോ. പിന്നെ അവർ ഡ്രസ്സൊക്കെ കൊണ്ട് തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തിയേറ്ററിലേക്ക് പോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടു. അപ്പോൾ ഒരു 6 മണി 6:30 ആയപ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ റെഡിയായി കേട്ടോ. പിന്നെ അമ്മ മുടിയൊക്കെ കെട്ടിത്തരാമെന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ തലയിൽ ബണ്ണൊന്നും ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുടിയാണെങ്കിൽ പൊക്കി കെട്ടുക വേണം. എൻ്റെ മുടിയാണെങ്കിൽ ഒട്ടും അങ്ങനെ ഇരിക്കത്തില്ല കേട്ടോ. ഞാൻ ഈ ഹോസ്പിറ്റലിൽ തന്നെ കിടന്നുകൊണ്ട് സൗണ്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേയധികം ഡിസ്റ്റർബൻസസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. പിന്നെ പാത്തു എണീറ്റ് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അമ്മ വിഷമിക്കണ്ട, അമ്മ ഓക്കെ ആവും, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എനിക്ക് ഉമ്മ തരുമായിരുന്നേ. അപ്പോൾ അമ്മയാണെങ്കിലും അതെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയായിരുന്നു. എനിക്ക് സർജറി സത്യത്തിൽ ഒരു പേടിയില്ല കേട്ടോ. സർജറിയേ പേടിയില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഉള്ള കാര്യങ്ങൾ ഓർത്തിട്ടായിരുന്നു എനിക്ക് ടെൻഷൻ. മക്കളുടെ കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, അവരൊക്കെ ആയിരിക്കുമോ, പ്രത്യേകിച്ച് തനു എന്നെ കാണുമ്പോഴത്തേക്കും അവൾക്ക് പ്രശ്നമാകുമോ, എന്നെ കാണാണ്ട് ഞാൻ ICUവിലായിരിക്കുന്ന സമയത്ത് അവൾ സങ്കടപ്പെടുമോ, അതൊക്കെ ഓർത്തിട്ടായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും വലിയ സങ്കടം. അപ്പം ഇതാ പാത്തുവാണെങ്കിൽ തനുവിനെ എടുത്തുകൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവർക്കും വിഷമമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അവരെപ്പോൾ വേണമെങ്കിലും വന്ന് വിളിക്കാമെന്ന് പറഞ്ഞേക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്ന സമയത്താണ് ഇത് ഉഷാമ്മയുടെ ചേച്ചി ഹസ്ബൻഡുമാണ് കേട്ടോ. അതായത് വല്യച്ഛനും വല്യമ്മച്ചിയാണ്. അവർ കൊട്ടാരക്കരയിലാണ് താമസിക്കുന്നത്. അപ്പോഴേക്കും രാവിലെ തന്നെ അവർ വന്നു കേട്ടോ. അവർ വന്നപ്പോൾ അവരെയും കണ്ടു. അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നു. അപ്പോഴേക്കും പാത്തു തന്നെ എടുത്തുകൊണ്ട് നടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ കുറേ സമയം മുന്നേ അവൾ എണീറ്റായതുകൊണ്ട് അവളങ്ങ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതേതായാലും കാര്യമായി. കാര്യം ഞാൻ പോകുന്ന സമയത്ത് ഞാൻ പോകുന്ന കണ്ടില്ല. അപ്പോൾ ഇതാ ഞങ്ങളങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ടെൻഷനൊന്നും ആവണ്ട, ഒരു കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. വല്യച്ഛനും വല്യമ്മച്ചിയും അച്ഛൻ്റെ സർജറിയുടെ സമയത്തും വല്യച്ഛനായിരുന്നു ഉഷാമ്മയുടെ കൂടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നത്. അതായത് ദിനുവിൻ്റെ അച്ഛൻ്റെ സർജറി നടന്നിട്ട് ഏകദേശം 1 വർഷം ആവുന്നുള്ളൂ. ഇവിടെ തന്നെ നമ്മുടെ സെയിം ഡോക്ടർ സുരേഷ് ഡോക്ടറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അവർ വന്ന് എന്നെ കൊണ്ടുപോകാനായിട്ട് ഞാൻ കയറി കിടന്നു. എല്ലാവരും ഉമ്മയൊക്കെ തന്നു. നല്ല വിഷമം ഉണ്ടായിരുന്നു. എനിക്ക് ഡെലിവറിക്ക് പോകുമ്പോഴൊന്നും ഇത്രയും സങ്കടവും ടെൻഷനോ ഒന്നുമില്ലായിരുന്നു. കാര്യം എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് അങ്ങനെയല്ലല്ലോ, തനുവിൻ്റെ കാര്യങ്ങൾ നോക്കാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള വിഷമമാണ്. ഇനി എത്ര നാൾ കഴിയും ഞാൻ റിക്കവർ ആകാനായിട്ട്. അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ എന്തുമാത്രം വിഷമമുണ്ടെന്ന്. അങ്ങനെ ബാത്തു എന്നെ വന്ന് ചേർന്ന് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വീണ്ടും തനുവിനെ അമ്മ എടുത്തുകൊണ്ട് വന്നു. ഞാനൊരു ഉമ്മയും കൂടെ കൊടുത്ത് അവൾ ഉറങ്ങിയത് കാര്യമായെന്ന് ഞാൻ വിചാരിച്ചിട്ടോ. കാരണം പോകുന്ന കണ്ടു കഴിഞ്ഞാൽ അവൾ ഭയങ്കരമായിട്ട് കരഞ്ഞേനെ. അങ്ങനെ പിന്നെ അവരെന്നെ റൂമിൽ നിന്ന് അങ്ങ് ഷിഫ്റ്റ് ചെയ്യാണ് കേട്ടോ.
ഒരു 8 മണി സമയമായപ്പോഴത്തേക്കും കേട്ടോ എന്നെ കൊണ്ടുപോകാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. 5:30-ക്ക് റെഡിയായി നിന്നത് സത്യത്തിൽ. പക്ഷേ 8 മണിയായി അവരെന്നെ വന്ന് കൊണ്ടുപോകുമ്പോൾ. അങ്ങനെ ഇതാ റൂമിൽ നിന്ന് ഇറങ്ങി. അപ്പം നിങ്ങളാരും ഞങ്ങളുടെ കൂടെ വരണ്ട, ദിനു വെല്ലിച്ചനും മാത്രമേ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും അവിടെ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം തിയേറ്ററൊക്കെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി ലേറ്റായിട്ടല്ലേ ഇറങ്ങുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ്. അങ്ങനെ പിന്നെ അവിടുന്ന് പിന്നെ ലിഫ്റ്റേ കയറി ഇതാണ് നമ്മളങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ലിഫ്റ്റേ കയറിയപ്പോൾ തന്നെ ഇതാ ചേച്ചിയും അച്ഛനും അമ്മയും പൊന്നൂസും ചേട്ടനും ഒക്കെ കൂടെ കറക്റ്റ് ആ ലിഫ്റ്റിൽ ഓടി വന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെയും കാണാൻ പറ്റി കേട്ടോ. ഞാൻ ഓപ്പറേഷന് കയറുന്നതിന് മുന്നേ കുഞ്ഞിനെ കൊണ്ടുവന്നില്ലായിരുന്നു, ഹോസ്പിറ്റലിലല്ലേ, അപ്പോൾ പിന്നെ കുഞ്ഞിനെ കൊണ്ടുവന്നില്ല. അങ്ങനെ ഇതാ എല്ലാവരെയും കണ്ടു, എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അവർ വരുകയും എന്നെ കൊണ്ടുപോകും കൂടെ ഒന്നിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ കണ്ടിട്ട് കയറാൻ പറ്റി കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഞാൻ ദിനുവിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞായിരുന്നു, ഞാൻ തിയേറ്ററിൽ പോയി കഴിഞ്ഞ് തനു വഴക്കുണ്ടാക്കിയോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് വീഡിയോ എടുത്ത് തരണേന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ എല്ലാവരും കൂടെ നിന്ന് അവിടെയൊക്കെ വർത്തമാനം പറയും. ഇനിയിപ്പോൾ ഞാനിവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ഞാൻ തിയേറ്ററിനുള്ളിലായിരുന്നല്ലോ. 8:30 ആയപ്പോഴത്തേക്കും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എന്നെ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവരിവിടെ വെയിറ്റിംഗ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ അകത്ത് കയറി ഡോക്ടർമാരോടൊക്കെ സംസാരിച്ചു. എനിക്കൊരു കാനുല ഇട്ടു ഡോക്ടർ, ഒരു മരുന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു ഓർമ്മയില്ല കേട്ടോ. കാരണം എൻ്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നടന്നൊന്നും എൻ്റെ ഓർമ്മയിലേ ഇല്ല. പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു 4:30-5 മണി സമയമാകുമ്പോഴാട്ടോ എൻ്റെ ഓപ്പറേഷനെല്ലാം കഴിഞ്ഞിട്ട്. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇറങ്ങി വന്ന് വിവരങ്ങളെല്ലാം എല്ലാവരോടുമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ തന്നെ വന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്, എങ്ങനെയായിരുന്നു സർജറി, എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ കണ്ടില്ലേ 3:51 അവർ വെയിറ്റിംഗ് ആയിരുന്നു എന്നെ കാണാൻ വേണ്ടിയിട്ട്. സർജറി കഴിഞ്ഞ് ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം എന്നെ കാണിക്കുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ സർജറിയൊക്കെ കഴിഞ്ഞ് കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ കണ്ടിട്ട് അവരങ്ങ് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും വീടുകളിലേക്ക്. പിന്നെ അവർ പിന്നെ തിരിച്ച് റൂമിലേക്കും വന്നു. സർജറി കഴിഞ്ഞ് ICUവിൽ 3 പേരെ കയറ്റി കാണിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്കൊരു പാതി ബോധത്തിൽ ഓർമ്മയുണ്ട് കേട്ടോ, ഇവർ വന്ന് കണ്ടതൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ റൂമിൽ തിരിച്ച് വന്നിട്ട് ഇതാണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ഇതൊന്നും ഞാൻ അറിയുന്നില്ല, കാര്യം ഞാൻ ICUവിലാണല്ലോ കിടക്കുന്നത്. പക്ഷേ ഇപ്പോഴും എൻ്റെ മനസ്സ് മൊത്തം ഇവിടെ ആയിരുന്നു. തനു ഓക്കെ ആയിരിക്കുമോ, വഴക്കുണ്ടാക്കുമോ, കരയുമോ, അത് മാത്രമായിരുന്നു എൻ്റെ ചിന്ത. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല, കാരണം ഒക്കെ അറിവായി, അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ തനുവിന് അതല്ലല്ലോ സിറ്റുവേഷൻ. എന്നെ കാണാതെ അവൾ മാറി നിന്നിട്ടില്ല. രാത്രി ഉറങ്ങണമെങ്കിൽ ഞാൻ തന്നെ വേണം, അതൊക്കെ നിർബന്ധമുള്ള കാര്യമായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ ടെൻഷൻ മൊത്തം. എന്തായാലും അടിപൊളിയായിട്ട് ദിനുവും അച്ഛനും അമ്മയും കൂടെ അത് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് പാത്തു. അപ്പോൾ അവിടെ കിടന്ന കുപ്പിയൊക്കെ എടുത്ത് വെച്ച് തന്നെ കളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു കേട്ടോ കുറേ സമയം. അത് കഴിഞ്ഞ് പിന്നെ ഒരു തരത്തിൽ ദിനുവും അച്ഛനും അമ്മയും എല്ലാവരും കൂടെ കൂടി ഫുഡും ഒക്കെ കഴിപ്പിച്ച്, പിന്നെ തനുവിൻ്റെയും പാത്തുവിൻ്റെയും കാര്യങ്ങൾ എല്ലാവരും കൂടെ നോക്കാനുള്ളതുകൊണ്ട് അതൊരു സമാധാനം. അച്ഛനും അമ്മയും ഉണ്ടല്ലോ. പിന്നെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാ മക്കളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്, വീട്ടിൽ നിർത്തിക്കൂടിയെന്ന്. നമ്മൾ വീട്ടിൽ നിർത്തണമെങ്കിൽ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട് വീട്ടിലേക്ക്, ഒരു 2.5-3 മണിക്കൂർ എടുക്കും. അപ്പം നമ്മൾ തനുവിനെ ഇന്ന് വരെ മാറ്റി നിർത്തിയിട്ടില്ല നമ്മുടെ രണ്ടുപേരുടെ അടുത്തുനിന്ന്. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ ദിനു. ഞാനില്ലാതെ അവൾ മാറിയിട്ടേ ഇല്ല കേട്ടോ. രണ്ടുപേരിൽ ആരെങ്കിലും അവൾക്ക് ഉണ്ടാവണം. അതല്ലാന്നുണ്ടെങ്കിൽ അവൾക്ക് ഈ അലർജിയുടെ ഇഷ്യൂസൊക്കെ ഉള്ളതായതുകൊണ്ട് കുറച്ച് സമയം കണ്ടിന്യൂസ് കരഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലം വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ തന്നെ കൂടെ വേണം. അപ്പോൾ അതുകൊണ്ട് അവളെ അങ്ങനെ നമുക്ക് കരയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ ഉള്ളതുകൊണ്ട് നമ്മൾ എന്തിനാ വെറുതെ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തി നമ്മുടെ സമാധാനം കളയുന്നത്. നമ്മുടെ കൂടത്തിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്കതൊരു സമാധാനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലതവണ ആലോചിച്ചാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. മക്കളെയും കൂടെ നമ്മുടെ കൂടെ തന്നെ നിർത്താം, അച്ഛനും അമ്മയും കൂടെ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ലല്ലോ, അവർ നമ്മുടെ കൂടെ നിൽക്കട്ടെ എന്നും പറഞ്ഞ്. പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് കുറേ പേരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫോളോവേഴ്സായിട്ടുള്ള. ഞാനും സർജറിക്ക് കയറുന്നതിന് മുന്നേ 2-3 പേരെയൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അതുപോലെ തന്നെ ദിനു ആണെങ്കിലും പാത്തും തനും ഒക്കെ ആയിട്ടൊക്കെ താഴെ ഇറങ്ങുമ്പോൾ ഓരോരുത്തർ വന്ന് മിണ്ടുന്നുണ്ടായിരുന്നെന്നാട്ടോ പറഞ്ഞത്. അങ്ങനെ അതൊക്കെ നമുക്ക് വലിയ സന്തോഷമാണ്. നമുക്കറിയാത്ത അതേസമയം നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മളോട് വന്ന് സംസാരിക്കുന്നു. അതൊരു പ്രത്യേക ഭാഗ്യം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരു തരത്തിൽ തനുവിന് ഫുഡൊക്കെ കൊടുത്ത് ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് അവളെ ഇതിന് കിടത്തി ഉറക്കമാണ് കേട്ടോ. അപ്പോൾ പകൽ മൊത്തം ഇങ്ങനെ ഓടി നടക്കുന്നത് കൊണ്ട് തന്നെ രാത്രി ആകുമ്പോഴത്തേക്കും ടയേർഡായി ആളങ്ങ് അധികം ബഹളമില്ലാതെ അങ്ങ് ഉറങ്ങുന്നുണ്ടായിരുന്നു. കാര്യം പകൽ സമയത്ത് ഉറക്കാതെ വെച്ചുകൊണ്ടിരുന്നെന്നാട്ടോ പറഞ്ഞത്. അങ്ങനെ റൂമിലെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ എനിക്ക് അവിടെ കിടന്നിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. കാര്യം എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ. പക്ഷേ എൻ്റെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ മാറ്റാനായിട്ട് അവിടെ നമ്മുടെ ICUവിനകത്തുണ്ടായിരുന്ന എല്ലാ നേഴ്സുമാരും അടിപൊളി നേഴ്സുമാരായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാര്യം അവർ അതുപോലെ നമ്മളെ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. കലാന, ജിബി, ശ്രുതി, സൗമ്യ, പിന്നെ അഞ്ജു, രേഷ്മ, അരുന്ധതി, അങ്ങനെ ദിയ, അങ്ങനെ കുറേ നേഴ്സുമാരുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും മാലാഖമാരെന്ന് പറയുന്നത് ഇവർ തന്നെയാണ്. കാരണം അവരതുപോലെയാണ് നമ്മൾ ഓരോ പേഷ്യൻറ്റിനെയും അവർ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ പേരെടുത്ത് പറഞ്ഞാൽ മതിയാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്ത് പറയുന്നത്. പിന്നെ ഇതുവരെയുള്ള എൻ്റെ ഈ ഹോസ്പിറ്റലിലെ എക്സ്പീരിയൻസ് ഞാൻ ഓക്കെയാണ്. ഡോക്ടറിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ തന്നെ, ആ ഡോക്ടറിനെ മാത്രം വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഹോസ്പിറ്റൽ ചൂസ് ചെയ്തതെന്ന്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ പിന്നെ ഇനി പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതുവരെ ഓക്കെയാണ്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് പെയിനുണ്ട്. എത്ര ദിവസം എടുക്കും റിക്കവർ ആകാൻ എന്നൊന്നും അറിയില്ല. പതുക്കെ തന്നെ നടക്കാനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഹെൽപ്പോട് കൂടി മാത്രം, അല്ലാതെ തന്നെ എഴുന്നേൽക്കാനോ നടക്കാനോ ഒന്നും പറ്റുന്ന സിറ്റുവേഷൻ അല്ല. ആരെങ്കിലും ദിനുവിൻ്റെ ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ ഡോക്ടർ വന്ന് പിടിക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് കുറച്ച് സ്റ്റെപ്സൊക്കെ വെക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും കിടക്കും. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ പെയിൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നെ നിങ്ങളോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല. കാരണം അത്രയധികം നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഓരോ കമൻസും വായിച്ചിട്ട് അതിനുള്ള റിപ്ലൈ തരാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല എൻ്റേത്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്തൂടെ നന്ദി പറയുകയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി 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 നന്ദി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വകയായിട്ട് ഞാൻ അറിയിക്കുകയാണ്. പിന്നെ ICUവിൽ നിന്ന് ഇറങ്ങുന്നതും അത് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അങ്ങനെ ഇതാ ഫൈനലി തനു ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനില്ലാതെ ആദ്യമായിട്ടാണ് അവളിങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് രാത്രിയിൽ. അതും ഞാൻ കണ്ടതുപോലും ഇല്ല കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ വിശേഷങ്ങൾ.